എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് പാസ്ത ഉണ്ടാക്കിയാലോ? പാസ്ത കോൺ സുക്കീന. ഇന്ന് പാസ്ത കോൺ സുക്കീന ഉണ്ടാക്കണം. നമ്മൾ അമ്മമ്മേട്ട് ഉണ്ടാക്കണം. അമ്മമ്മ എവിടെ ഉണ്ട്? അമ്മമ്മേനെ വീഡിയോ കാണിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മമ്മയുടെ ഗ്ലാമറൊക്കെ പോയിന്നാണ് അമ്മമ്മ പറയണേ. അതുകൊണ്ട് അമ്മമ്മ വീഡിയോയിൽ കാണിക്കുന്നത് അമ്മമ്മക്ക് ഇഷ്ടമല്ല. ഈ പോണേ എന്നെ ഒരു തല്ലു തല്ലിട്ട് പോണേ. അപ്പോൾ പാസ്ത കോൺ സുക്കീന അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കട്ടോ. പാസ്ത നമ്മൾ വേവിച്ച് ഇങ്ങനെ വെള്ളം ഊറ്റിയിട്ടാ. ചെറിയ പാസ്തയാണ് കേട്ടോ അത്. കണ്ട സുക്കീനെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഓയിലും കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഇതേപോലെ വേവിക്കും. എന്നിട്ട് ആ വേവിച്ച് വെച്ചാൽ പാസ്തയിൽ ഈ സുക്കീനിട്ട് ഇളക്കും. ഇതോടുകൂടി നമ്മുടെ പാസ്ത കോൺ സുക്കീന റെഡി ആയിട്ടോ. ഈ സുക്കീന വേവിക്കുമ്പോൾ നമ്മളെ കുറച്ച് പ്രസിമുള ഇടും, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ സുക്കീന. ആ ഓയിൽ ചൂടാകുമ്പോൾ ചെറിയൊരു വെളുത്തുള്ളി അതിനകത്ത് ഇടും കേട്ടോ. ഒറ്റ ഇല്ലി വെളുത്തുള്ളി ഇട്ട് അത് ഒന്ന് ചൂടായി വരുമ്പോൾ സുക്കീന ഇടും, പിന്നെ വെള്ളം ഒഴിക്കും, കുറച്ച് ഉപ്പ് ഒഴിക്കും, പ്രസിമുള ഇടും. അങ്ങനെ അത് വേവിക്കും. പിന്നെ പാസ്ത സെപ്പറേറ്റ് നമ്മൾ വേവിച്ചിട്ട് ആ പാസ്തയിലിട്ട് മിക്സ് ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. കണ്ട ആ പാസ്തയിൽ ആ സുക്കീന ഇട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പം അങ്ങനെ നമ്മുടെ പാസ്ത കോൺ സുക്കീന റെഡി ആയിട്ടോ. അതിനകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല, കുറച്ച് ഫോർമാജിയ മുകളിൽ ഇട്ട് കൊടുത്താണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രാൻസോ റെഡിയായി. ഇനി നമ്മളത് കഴിക്കാൻ പോകണം. കണ്ട അപ്പോൾ നമ്മുടെ പ്രാൻസോ റെഡി ആയിട്ടോ. പ്രാൻസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചാണോ. പ്രാൻസോ എന്ന് പറഞ്ഞാൽ ലഞ്ചിനെ പറയുന്നത്. നമ്മുടെ പ്രാൻസോ റെഡിയാണ്. പാസ്ത കോൺ സുക്കീന. അപ്പോൾ ഇന്നത്തെ പ്രാൻസോ ഇതാണ്. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് പ്രാൻസോക്ക് ഈ സാധനം കൂടി ഉണ്ട് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, സുക്കീന തന്നെയാണ്. സുക്കീന നമ്മൾ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിടും, പിന്നെ നമ്മുടെ ചൊറുക്ക അച്ചേത്തോ എന്ന് പറയാം, ചൊറുക്കേന അച്ചേത്തോ എന്ന് പറയാം. അച്ചേത്തോ ഒഴിക്കും, കുറച്ച് പ്രസിമുള ഇടും, ഒരു വെളുത്തുള്ളി ആലിയോ അതും ചെറുതാക്കി പീസായിട്ട് അരിഞ്ഞിടും. ഇത് ഒടുക്കത്തെ ടേസ്റ്റ് ഉണ്ടോ ഈ സാധനം. ഇത് ഒരു പ്രത്യേകതരം അച്ചേത്തം ഉണ്ടോ. നമ്മുടെ സാധാരണ വെള്ള അച്ചേത്തം അല്ല, മുന്തിരി കൊണ്ട് ഉണ്ടാക്കുന്ന വിനാഗിരിയാണ്. അതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അത്രേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. ഫ്രാൻസോയ്ക്ക് സെക്കൻഡായിട്ട് കാർണ ഉണ്ടോ, പെപ്സോ കാർണ. അതായത് പെപ്സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ്, ഫേത്തെ കാർണയാണ്. ഫേത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്ത കാർണ, ഇറച്ചി. ഫേത്തെ കാർണ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ ഈ പതലിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ പാസ്ത റെഡിയായി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണ്ടോ. ഇതാണ് നമ്മുടെ പാസ്ത കോൺ സുക്കീന. നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും മസാലയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ലെന്ന്. പക്ഷേ ഇത് നല്ല ടേസ്റ്റി ഫുഡാണ്. ആ ഫോർമാജിയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ. അടിപൊളി. നമ്മൾ ആ കാർണ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ആദ്യം ഈ പതല്ല അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പതലിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, അതായത് കല്ലുപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. കണ്ട ഇതേമാതിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കും. കണ്ട നമ്മുടെ ഇതുണ്ടോ, നമ്മുടെ ഇത് വന്നിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കും. കണ്ട അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കഴുകൊന്നും ഇരുന്നു. പക്ഷെ ഇത് നല്ല, ഇതെങ്ങനെ തന്നെ ചെയ്യണം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ലെവലിൽ തന്നെ ചെയ്യണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു സൈഡ് മറിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കൊന്നും കൂടി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് ഓക്കെ ആയിട്ടോ. അത് നമുക്കെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതെടുക്കാം, പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തൊരു പീസും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനകത്തൊരു ചെറിയ പീസ് ഉണ്ട്, ആ ചെറിയ പീസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടോ? അടിപൊളി പീസാട്ടോ അത്. ഇതാണ് എൻ്റെ ഫുൾ സെറ്റപ്പ്. ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എങ്ങനെ ഇതൊക്കെ കഴിക്കണേന്നല്ലേ, ഈ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെ കഴിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ നാട്ടിലായാലും നിങ്ങൾ ഇതുപോലത്തെ ഒരു ഇനി ഇറച്ചി പിടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ലൈസ് ആയിട്ടൊരു പീസ് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേമാതിരി ഒന്നും ചേർക്കരുത്, നല്ല ഫ്രഷ് ഇറച്ചി ആയിരിക്കണം കേട്ടോ. ഒന്നും ചേർക്കാതെ ഇതേമാതിരി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കും കേട്ടോ. കുറച്ച് ഉപ്പ് മാത്രം പാടുള്ളൂ. അടിയിൽ ഞാൻ ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, അതിനകത്ത് അടിയിൽ ചെറിയ കല്ലുപ്പിട്ടിട്ട് ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ടേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സമാധാനം ഞാൻ ചെയ്യാം. ഒടുക്കത്തെ ടേസ്റ്റ് ഈ സാധനത്തിന്. അപ്പം അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി മറച്ചിട്ട് ഇതെനിക്ക് കഴിക്കാനുള്ളതിൻ്റെ പേരിൽ ഞാൻ കുറച്ചും കൂടി ഫ്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ പല്ലിൻ്റെ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ ഞാൻ അത്ര ഹാർഡാക്കാറില്ല. നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടിയും ഫ്രൈ ചെയ്തെടുക്കും. അപ്പൂപ്പൻ്റെ പല്ല് വെച്ചാണ് എൻ്റെ പല്ല് കട്ടി കൂടി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് എടുക്കും. നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടിയും ഫ്രൈ ചെയ്തെടുക്കും. അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ സാധനങ്ങൾ മൊത്തം പോകും കേട്ടോ. ആ നെയ്യുടെ ഇതൊക്കെ ഈ പാത്രത്തിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിൻ്റെ അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് അടിയിൽ പറ്റി പിടിച്ചിരിക്കില്ല. കണ്ടോ, അടിയിൽ പറ്റി പിടിച്ചെന്നൊക്കെ പോവും. ഇനി നമുക്ക് സുഖമായിട്ട് കഴുകിയെടുക്കാം. കണ്ടോ, നമ്മുടെ കാർണ റെഡി ആയിട്ടോ. ഒരു ഫോർക്കൊക്കെ എടുക്കുക, കത്തെടുക്കുക. അപ്പം ഇത്ര ഉള്ളൂ. ഇനി വേറെ ഒരു പാസ്ത ഉണ്ടാക്കിയിട്ട് വേറെ ഒരു ദിവസത്തെ പ്രാൻസോ ഞാൻ കാണിച്ചു തരാം വെറൈറ്റി ആയിട്ട്. ഓക്കെ, ചാവോ.